കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തി മഹത്വപ്പെടുമാറും. കർത്താവ് മാർത്തയോടും മറിയോടും ഇങ്ങനെ പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. ഒരിക്കലും മറുപടി കിട്ടാത്തൊരു വിഷയമാണ് ചീഞ്ഞളിഞ്ഞ് നാറ്റം വെച്ച ഒരു വിഷയം. ഈ വിഷയത്തിന്റെ മുഖത്ത് കർത്താവ് പറയുന്നത് വിശ്വസിച്ച ദൈവത്തിന് മാത്രം. ലാസറിന്റെ കല്ലറയുടെ വാതിൽക്ക് കർത്താവ് കൽപ്പിച്ചത് തന്നെ സംഭവിച്ചു. ദൈവജനം പറഞ്ഞ് വിശ്വാസം എന്ന് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യം. ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നടന്നുകൂടും? വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കാണും. വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കാണും. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൂടാം? ആ ചോദ്യചിഹ്നം നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് ആവർത്തിച്ച് ചോദിക്കണം. നമ്മുടെ വിശ്വാസമാകുന്ന പടക് അവൻ സ്തോത്രഹന്റെ തകർന്നു പോകുന്നത് വിശ്വാസമില്ലായ്മ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഏത് വിഷയം, മാറ്റം വെച്ച ഏത് വിഷയമാണെങ്കിലും അതിന് മറുപടി അവൻ യേശു കർത്താവ് കൽപ്പിക്കും. ക്രിസ്തുവിനാൽ എല്ലാം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അപ്പോൾ കാലം അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നൂലെ കെട്ടി ഇറക്കി തരുമോ എന്ന് ചോദിച്ചാൽ തരും. ചീഞ്ഞളിഞ്ഞ് നാറ്റം വെച്ച വിഷയത്തിന് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ക്രിസ്തുവിനാൽ എല്ലാം സാധ്യമാ. യേശു ക്രിസ്തുവിനാൽ എല്ലാം സാധ്യമാ. ഒന്നും അസാധ്യമാകയില്ല. ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോവും. വിശ്വാസത്താൽ ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ആമേൻ. സ്തോത്രം. അടിയിലെ കേൾക്കുന്ന മക്കളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ചിഞ്ഞളിഞ്ഞ് നാറ്റം വെച്ച വിഷയത്തിന് മറുപടി കർത്താവ് കൽപ്പിക്കും. God bless you. God bless you.